പാർട്ട്നേഴ്സ് തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികം തന്നെയാണ്. പക്ഷെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പാർട്ട്നേഴ്സ് പരസ്പരം ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതായത് ആ പ്രശ്നം വഷളാകുന്ന തരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ അറ്റാക്ക് ആണ്. പേഴ്സണൽ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് അയാളുടെ ഓപ്പോസിറ്റുള്ള, അതിപ്പോൾ അടുത്ത ഓപ്പോസിറ്റുള്ള പാർട്ട്ണറിൻ്റെ വേറെ ഏതെങ്കിലും പേര് വിളിച്ച് അയാളെ കളിയാക്കുകയോ അയാളുടെ ക്യാരക്ടറിനെ കുറിച്ച് മോശമായി സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് പേഴ്സണൽ അറ്റാക്കിൽ വരുന്ന കാര്യങ്ങളാണ്. അയാളുടെ മൊത്തത്തിലുള്ള സ്വഭാവത്തെക്കുറിച്ച് അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുക, അങ്ങനെ അയാൾക്ക് പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നതൊക്കെ പേഴ്സണൽ അറ്റാക്കിൽ വരും. ശരിക്കും ഈ പേഴ്സണൽ അറ്റാക്ക് അല്ല ഒരു ഫൈറ്റ് വരുമ്പോൾ അവിടെ ആവശ്യമുള്ളത്. തീർച്ചയായിട്ടും ഒരു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ ആ ഫൈറ്റിന് കാരണമായ പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യാനാണ് നോക്കേണ്ടത്. അപ്പൊ അതിന് പകരമായിട്ട് ഇങ്ങനെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നത് മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേത് സ്റ്റോൺ വാളിംഗ്. സ്റ്റോൺ വാളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷന് എൻഗേജ്ഡ് ആകാതെ റെഫ്യൂസ് ചെയ്യുമല്ലോ, അതിനെയാണ് ഈ ഒരു സ്റ്റോൺ വാളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട്ണർ സംസാരിക്കുകയും അതുപോലെ ഒരു കാര്യത്തെക്കുറിച്ച് കാര്യമായി ഡിസ്കസ് ചെയ്യാനായിട്ടിരിക്കുമ്പോഴും അത് അവഗണിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കത് ഹേർട്ടാവുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ആക്റ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ രണ്ടുപേരും പരസ്പരം കേൾക്കുന്നത് തന്നെയാണ് ഒരു ഫൈറ്റ് ഒഴിവാകാൻ ഏറ്റവും നല്ലത്. ഇനി പെട്ടെന്ന് ഡിഫെൻഡ് ചെയ്യുന്നത്, അതായത് ഒരു കാര്യം പാർട്ട്ണർ പറയുന്ന ഒരു കാര്യം കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് അതിനോട് കയറിയിട്ട് ഡിഫെൻഡ് ചെയ്ത് ഇതങ്ങനല്ല ഇങ്ങനെയാണ് അല്ലെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ കംപ്ലീറ്റ് ആയി കേൾക്കാതെ അതിനോട് പ്രതികരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അത് ശരിക്കും ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്താണോ പാർട്ട്ണർ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം അതിനോട് കറക്റ്റ് ആയിട്ടുള്ള വേയിലൂടെ പ്രതികരിക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഒരു ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പണ്ടുണ്ടായ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ വലിച്ചിട്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് പെരുപ്പിച്ച് വഴക്കുണ്ടാക്കുന്നതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതായത് പാസ്റ്റിലുണ്ടായ കാര്യങ്ങൾ, പാസ്റ്റിൽ വഴക്കൂടിയ കാര്യങ്ങളൊന്നും പുതിയ വഴക്കിൽ എടുത്തിട്ടിട്ട് അത് വീണ്ടും ഒന്നുകൂടെ പെരുപ്പിച്ച് കാണിക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. ഇപ്പോഴുള്ള പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്ത് അത് ക്ലിയർ ചെയ്യുകയാണ് എപ്പോഴും ആവശ്യം. ഓപ്പോസിറ്റുള്ള ആളുടെ ഫീലിങ്സിനെ ഇഗ്നോർ ചെയ്യുന്നതും വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളുടെ ഫീലിങ്സ് മിനിമൈസ് ചെയ്ത് കാണിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് ചെറുതാണ്, അത്ര വലിയ കാര്യമാക്കണ്ട എന്ന് വിചാരിച്ച് മുഖം തിരിഞ്ഞു പോവുകയോ ചെയ്യുന്നത് വളരെ വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. എപ്പോഴും ഓപ്പോസിറ്റുള്ള ആളുടെ ഫീലിങ്സിന് വളരെയധികം വാല്യൂ കൊടുക്കണം. ആള് പറയുന്ന കാര്യങ്ങൾ അതായത് അത്രത്തോളം കറക്റ്റ് അല്ല എങ്കിൽ പോലും നമ്മൾ അയാളുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്ന് അയാൾക്ക് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫൈറ്റ് തീരാൻ ചിലപ്പോൾ അത് മാത്രം മതിയാകും. കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഒരിക്കലും മുന്നോട്ട് വരാത്തത്, അതായത് എപ്പോഴും ഫുൾ ടൈം വഴക്ക് കൂടി ഇരിക്കണം, കോംപ്രമൈസിന് വേണ്ടിയിട്ട് ഒരാൾ ഇനീഷ്യേറ്റീവ് എടുത്താൽ അടുത്തയാൾ വരാതിരിക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതൊരിക്കലും ഫ്യൂച്ചറിലും അതുപോലെ തന്നെ അപ്പോഴും നല്ലതായിരിക്കില്ല. പിന്നെ ചെറിയ ബ്രേക്ക്, അതായത് കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യത്തെക്കുറിച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ദോഷം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് രണ്ടുപേരും ബ്രേക്ക് എടുക്കണം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ബ്രേക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ ആ ഒരു സ്പേസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണ് ആ പ്രശ്നം എന്ന് സ്വയം ഇരുന്ന് ആലോചിച്ച് അതിന് ഒരു സൊല്യൂഷൻ സ്വയം കണ്ടെത്താനുള്ള ഒരു ടൈം കിട്ടുന്നത് വളരെ നല്ലതാണ്. സോ ബ്രേക്ക് ഇല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നത് ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ആക്റ്റീവ് ലിസണിങ്ങും അതുപോലെ തന്നെ നമ്മൾ ഒരാളുടെ എമ്പതി കാണിക്കുന്നതും ഒക്കെ ഒരു നല്ല റിലേഷൻഷിപ്പിനെ തന്നെ കാണിക്കുന്നതാണ്. അപ്പോൾ നല്ല റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് കൂടി അവോയ്ഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.